അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രാർത്ഥനയായിട്ട് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വലിയ ദൈവസാന്നിധ്യം നമ്മുടെ നാട്ടിൽ ചലിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രികാലം ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്ന് ആരാധനയിലും ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ഉപവാസ പ്രാർത്ഥനയായതുകൊണ്ട് ദൈവത്തിന് നമ്മളുള്ള ആലോചനകൾ നാം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ദൈവസന്നിധിയിലായിരിക്കുന്നത്. ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല. ഈ 2 കൊരിന്ത്യർ അതിൻ്റെ 9-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അത് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തോളൂ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. സുഹൃത്തുക്കളായ നല്ല പിതാവേ, ഞങ്ങളെ വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കണം. എല്ലാ മഹത്വമാണ് ഞങ്ങൾ അങ്ങേക്ക് കരയിറ്റുന്നു. ക്രൂശിന് മറുപടി നടത്തണം യേശുവിൻ നാമത്തിൽ തന്നെ. ഇത് സഭയുടെ ധനശേഖരത്തെക്കുറിച്ച് പൗലോസ് അത് റിലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ഭാഗമാണ്. കഴിഞ്ഞ രാത്രി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത് അതിലും അടുത്ത ഒരു സ്റ്റെപ്പ്. ഇതിനകത്ത് പൈസയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അതിലും അപ്പുറത്ത് ഇതിനൊരു ആഴമുണ്ട്. അത് ഇങ്ങനെയാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യം: ലോപമായി വിതയ്ക്കുന്നവൻ ലോപമായി കൊയ്യും, എന്നാൽ ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഹല്ലേലൂയ. So bountifully will also reap bountifully. Praise the Lord. Hallelujah. അപ്പം ധാരാളമായി വിതയ്ക്കുക, വലിയ ചിന്തകൾ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഓരോ സ്റ്റേജിലും നമ്മളങ്ങനെ നിന്ന് നമ്മുടെ ഈ വിതയ്ക്കുന്നത്. അത് എന്താണ് ധാരാളമായി വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് പലതും ദൈവത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്ന കാര്യത്തിൽ ഒക്കെ നമുക്ക് പലപ്പോഴും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് എവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് നിന്നാണ് വരുന്നത്. നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ കണ്ടത് വെച്ചിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഇങ്ങനെ വെച്ചേക്കുക. നമ്മൾ അത്രയേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ, ഇത്രയേ നമുക്ക് പ്രയോജനപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും നിന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം ഈ മൈൻഡ് സെറ്റ് കാരണം എന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ദൈവത്തിന് നമ്മളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ഈ മൈൻഡ് സെറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കണ്ടത് വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന പിള്ളേർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. കാര്യം അവരുടെ വിചാരം ഈ അന്യഭാഷയും ആരാധനയും അല്ലാതെ ഇതിനങ്ങേപ്പുറത്തൊരു ഒരു 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 കാര്യമില്ലെന്നുള്ളത്. കാര്യം അതിൻ്റെ കാര്യം ഇന്ന് പലപ്പോഴും നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മുടെ ഇടയിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കാണുന്നില്ല. അസാധാരണമായ കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ തന്നെ പാടാണ്. അവിടെ ആ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ സകലത്തിലും 7-ാമത്തെ വാക്യം അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടു കൂടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എന്ത് കൊടുത്താലും ആ സന്തോഷത്തോടു കൂടെ കൊടുക്കണം. ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം എന്ത് ചെയ്താലും സന്തോഷത്തോടു കൂടെ ചെയ്യണം. ആരാധിക്കുന്ന സന്തോഷത്തോടു കൂടെ ചെയ്യണം. ജീവിതം കൊടുക്കുമ്പോഴും എന്ത് വേണം? സന്തോഷത്തോടു കൂടെ കൊടുക്കണം. പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്, ഈ ജീവിതം കൊടുക്കുന്നത് എന്താ മേടിച്ചിട്ടാണെന്ന് അറിയാമോ? സന്തോഷത്തോടു കൂടിയൊന്നുമല്ല കൊടുക്കുന്നത്, നരകത്തെ പേടിച്ചിട്ട്. നമ്മളിവിടെ പറയുന്നത് ഇങ്ങനൊരു നരകമുണ്ട്, ഈ നരകത്തിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ആൾക്കാർ പേടിച്ച് എന്നാൽ അങ്ങ് കൊടുക്കാമെന്ന്. ഇപ്പം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്നാനപ്പെടാനായിട്ട് റെഡിയായല്ലോ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും നരകത്തെ പേടിച്ചുകൊണ്ടല്ല
അവരുടെ ജീവിതം ദൈവത്തിന് കൊടുക്കേണ്ടത്, പകരം സന്തോഷത്തോടുകൂടെ. ഹല്ലേലൂയ. മോശയുടെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ മോശ ഇതെല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് മോശ പറയുകയാണ്, എനിക്ക് ദൈവമക്കളോടുള്ള കഷ്ടം അഹറോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കുന്ന പദവിയേക്കാൾ നല്ലത്, വലുത് എന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. ദൈവ മക്കളോടുള്ള നിന്ന ഇതിനേക്കാൾ വലുത് എന്ന് മോശ എണ്ണി എന്ന് തിരുവചനത്തിൽ ഞാൻ വായിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നതിന് വലിയ പ്രതിഫലമുണ്ട്. എന്ത് ചെയ്താലും, ദൈവനാമത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതെല്ലാം നമുക്ക് വളരെ വളരെ ആനന്ദത്തോടു കൂടെ ചെയ്താൽ ഒരു പ്രവൃത്തിയുണ്ട്. അതല്ല ഇന്ന് എനിക്ക് കൂടുതൽ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സ്പെസിഫിക്കായിട്ട് ഇടപെട്ട ഒരു കാര്യം ഈ ധാരാളമായി വിതയ്ക്കുക എന്നുള്ളൊരു വിഷയമാണ്. ഇത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വിതയ്ക്കുന്നത് ധാരാളമാണെന്നുള്ളത്. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമ്മൾ വിതയ്ക്കുന്നത് ധാരാളമാണെന്നുള്ള നമ്മുടെ വിചാരം. പക്ഷെ ഇവിടെ 8ാമത്തെ വാക്യത്തിൽ വരുമ്പോഴാണ് അതിന്റെ കാര്യം മനസ്സിലാക്കുന്നത്. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച്, നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കൊടുക്കുന്നതിനനുസരിച്ച്, ദൈവത്തിന് വേണ്ടി നാം പ്രയോജനപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ കൃപ കുറഞ്ഞു പോകത്തില്ല, അത് കൂടി വരും. ഹല്ലേലൂയ. നമ്മുടെ അഭിഷേകം കുറഞ്ഞു പോകത്തില്ല, കൂടി വരും. എപ്പോഴാണ് കുറയുന്നതെന്ന് അറിയാമോ? ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് കുറയുന്നത്. ഹല്ലേലൂയ. നാം എവിടെയെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് നമ്മുടെ അകത്തൊരു ചിന്തയുണ്ടെങ്കിൽ ധാരാളമായി വിതയ്ക്കുന്നവന് ധാരാളമായി കൊയ്യാനായിട്ട്. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഈ ദാരിദ്ര്യം ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ഒരേ സാമ്പത്തിക നിധിയുള്ളവരും ചിലർ ദരിദ്രരായിരിക്കും, ചിലർ സമ്പന്നരായിരിക്കും. കാര്യം എന്താ വെച്ചാൽ മൈൻഡ് സെറ്റിലായിരിക്കും. ചിലർക്ക് ഒരേ വീട്ടിൽ തന്നെയുള്ള ചിലപ്പോൾ ഭാര്യ നല്ല സമ്പന്നയായിരിക്കും, ഭർത്താവ് ഭയങ്കര ദാരിദ്ര്യമായിരിക്കും. പൊതുവെ വീട്ടുകളിലൊക്കെ അങ്ങനെയാണ്. ഭർത്താക്കന്മാർക്കാണ് ഈ ദാരിദ്ര്യം കൂടുതൽ. കാര്യം അവരുടെ ഒരു ചിന്ത അവരാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. അവർക്ക് എല്ലാത്തിനും ഒരു ദാരിദ്ര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ അല്ല, ഒരു മൈൻഡ് സെറ്റാണ്. അപ്പം ഈ സുവിശേഷത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഞാൻ കൊടുക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിച്ചിരിക്കേണ്ട. ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം എത്രത്തോളം ഈ സുവിശേഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവനാമത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഒരു ഭാഗം ഞാനൊന്ന് വായിക്കാം. അതിനെപ്പറ്റി ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വില്യം കേറിയെ കുറിച്ച് അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ, എന്താ പറയുക, ഒരു മൂവി, വില്യം കേറിയെ കുറിച്ച് ഒരു മൂവി പിള്ളേരൊക്കെ കണ്ടിരിക്കുന്നത് നല്ലൊരു മൂവിയാണ്. ആ മനുഷ്യന്റെ കാര്യം നമുക്കറിയാമല്ലോ. വില്യം കേറിയെ കുറിച്ച് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ സുവിശേഷീകരണത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ വായിക്കുന്ന ഈ ബൈബിള് അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. അപ്പം ഈ ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഒന്നും അറിയാതിരുന്ന സമയത്ത് യൂറോപ്പിൽ നിന്ന് കപ്പലൊക്കെ കയറി ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം തനിക്ക് ആദ്യം തൻ്റെ ഇളയ മകനെ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഇത് കണ്ട് തൻ്റെ ഭാര്യയ്ക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടും പ്രശ്നവും ഡിപ്രഷനും ഒക്കെ ആയിട്ട് അതിനുശേഷം തൻ്റെ ഭാര്യ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിയാണ് വില്യം കേറി. ഹല്ലേലൂയ. മാനുഷികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒന്നും ഉണ്ടാക്കിയില്ല. നഷ്ടങ്ങളുടെ ഒരു വലിയ ഘോഷയാത്രയായിരുന്നു തൻ്റെ ജീവിതം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്കിയാൽ, വില്യം കേറി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ത്യയിൽ ചെയ്ത, കേരളത്തിൽ ചെയ്ത ഓരോ കാര്യങ്ങളും, നമ്മുടെ എല്ലാം ലൈഫിലൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളെല്ലാം കടക്കാരനാണ്. ഹല്ലേലൂയ. അവിടുത്തെ എല്ലാ സുഖങ്ങളും ഒക്കെ വെടിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് താൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ധാരാളമായിട്ട് വിതയ്ക്കുവാനായിട്ട് റെഡിയായി. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ ധാരാളമായിട്ട് വിതയ്ക്കുവാനായിട്ട് ഇടയായി. അത് വലിയൊരു റിവൈവലായി മാറുവാനായിട്ട് ഇടയായി. അല്ലെങ്കിൽ അനേകർക്ക് ദൈവവചനം വായിക്കുവാനായിട്ട് ഹല്ലേലൂയ ഒരു സന്ദർഭം ഉണ്ടാകുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. കൽക്കട്ടയിൽ അനേക തെരുവുകളിൽ സുവിശേഷം എത്തുവാനായിട്ട്, ഇന്ന് കൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു
ഇമ്പാക്റ്റ് കൽക്കട്ടയൊക്കെ ഒരുപാട് മാറിയെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. മിക്കവാറും മിഷൻ കോൺഫറൻസസ് ഒക്കെ കൽക്കട്ടയിൽ വെച്ച് നടക്കുന്നതിൻ്റെ കാര്യം ആ വില്യം കേറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അവിടെ വന്ന് താൻ അവിടെ ഒരു മിനിസ്ട്രി ചെയ്തതുകൊണ്ടാണ് കൽക്കട്ടയിൽ ഇന്ന് ഇത്രത്തോളം ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ഉള്ളത്. ഹല്ലേലൂയ. പറഞ്ഞതിൻ്റെ കാര്യം നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ദൈവസഭയോടുള്ള ഒരു ദൂത് ഞാൻ പറയാം. നമ്മളെ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് വലിയ പ്ലാനുണ്ട്, വലിയ പദ്ധതികളുണ്ട്. പക്ഷെ നമ്മൾ എത്രത്തോളം അതിനെ ലിമിറ്റ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ അതിനെ വിശ്വസിക്കുവാനായിട്ട് റെഡിയാകുന്നില്ല, എത്രത്തോളം നമുക്ക് അതിനെ ഏറ്റെടുക്കുവാനായിട്ട് കഴിയുന്നില്ല, എത്രത്തോളം ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ ഒരു പ്രശ്നം, നമ്മളൊരു ഫ്രെയിമിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്നും ദൈവസഭയിലെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, ഇന്നും പ്രോസ്പെരിറ്റി പ്രസംഗിക്കേണ്ട വരുന്നതാണ് ഏറ്റവും വലിയൊരു കഷ്ടം. കാര്യം ഇത് പറഞ്ഞ ആൾക്കാരെ ആശ്വസിപ്പിക്കേണ്ട വരുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ സഭകളും കൂട്ടങ്ങളും ഒക്കെ മാറി. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവരെ നമ്മൾ വഴക്കുണ്ടാക്കുമല്ലോ, അല്ലെങ്കിൽ അതെങ്ങനെ പ്രസംഗിക്കുന്ന കാര്യം അവർ പ്രസംഗിക്കുന്നതല്ല, അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നതാണ്. കാര്യം ദൈവസഭയ്ക്ക് അതാ വേണ്ടത്. കാര്യം അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേൾക്കേണ്ടത്. എന്നാൽ അതിനപ്പുറമായിട്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ കർത്താവിന് നിങ്ങളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 44 വരെയുള്ള, അതിന് മുമ്പിട്ട് യോഹന്നാൻ 12-ന്റെ 24 തൊട്ട് 26 വരെയുള്ള ഒരു വാക്യം. I tell you the truth, the grain of wheat must fall to the ground and die to make many seeds. If it is never dies, it remains only a single seed. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എന്നെ ചിന്തിപ്പിച്ച ഒരു വാക്യമാണ്. കാര്യം ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് റിമെയിൻസ് ഓൺലി സിംഗിൾ സീഡ്. റിമെയിൻസ് ഓൺലി സിംഗിൾ സീഡ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ ഇറ്റ് റിമെയിൻസ് സിംഗിൾ സീഡ് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു, അതാണ് സിംഗിൾ സീഡ് എന്ന് പറയുന്നത്. പക്ഷെ നിലത്ത് വീണ് ചത്താൽ എന്തോ ഗുണം അറിയാമോ? അനേക സീഡ്സ് ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന് ചിന്തിക്കണമേ, നിങ്ങളത് വളരെ സീരിയസ് ആയിട്ടൊന്ന് ചിന്തിക്കണമേ. എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു കാര്യമാണ്. എന്നൊക്കെ ഞാൻ ചാകാൻ റെഡിയായിട്ടുണ്ടോ അന്നൊക്കെ അനേക സുവിശേഷം കേട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരാം. നമുക്ക് എന്തുകൊണ്ടാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയാൻ പറ്റാത്തത്? നമ്മുടെ ഈഗോ, അല്ലെങ്കിൽ നമുക്കുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ, സുവിശേഷം പറഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷേതമേക്കുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ ബുദ്ധിമുട്ട്, അല്ലേ? എന്നാൽ നമുക്ക് ചാകാൻ റെഡിയാണെങ്കിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല. സുവിശേഷം കൊച്ചു റെസ്പോണ്ട് ചെയ്തു, നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്തില്ലേ? അങ്ങനെ നിങ്ങൾക്ക് ചാകാൻ റെഡിയായില്ലെങ്കിൽ ആരും ജനിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഒരു ചത്ത ഒരു വ്യക്തിയെ ഇങ്ങനെ ചത്ത് കിടന്ന ഒരാളെ വിളിക്കത്തുള്ളൂ. ഈ ചത്ത ഒരു വ്യക്തിയെ ഈ പറഞ്ഞ പോലെ ചാകെന്ന് പറഞ്ഞാൽ ഇച്ചിരി പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഒരാളെ എടുത്തുകൊണ്ട് വരാനും ഒരാളെ വിളിക്കാനും, വിളിച്ച് കഴിയുമ്പോൾ അവർ ചീത്ത വിളിക്കുകയും, അല്ലെങ്കിൽ ഈ കേരളമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീടുകളിലൊക്കെ ചിലപ്പോൾ അവരെ അപമാനിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കാം. എന്നാൽ ഇതൊക്കെ സഹിച്ചെങ്കിൽ മാത്രമേ ഒരുവനും കൂടെ ജനിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുവനെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവനവിടെ കിടന്നാൽ ജനിക്കണ്ട. നമ്മുടെ പ്രാർത്ഥന മുഴുവനും ദൈവത്തെ അറിയുന്നവനും അറിയാത്തവനും നമ്മളെ വ്യത്യാസം കാണിക്കണമെന്നുള്ളതാണ്. അല്ലാതെ അറിയാത്തവനെ അറിയണമെന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. മറ്റു ആത്മാക്കളെ കുറിച്ച് നമുക്കൊരു ബേർഡൻ ഇല്ലാതിരിക്കുന്നത്
നമ്മൾ ഭയങ്കര സെൽഫിഷ് ക്രിസ്ത്യനായിട്ട് അങ്ങ് മാറുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയുകയല്ല, എൻ്റെ ഒരവസ്ഥയും കൂടെ വെച്ചിട്ട് ഞാൻ പറയുക. ഞാൻ ഒരു കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഈ ഞങ്ങളുടെ നാട്ടിൽ കയറാത്ത വീട്ടുകളില്ലായിരുന്നു സുവിശേഷമുണ്ട്. ഒരു കാലത്ത് ഞാൻ രക്ഷയിലേക്ക് വന്ന സമയത്ത്, അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരെയും കൈയെടുത്ത് കാണിച്ചാൽ ആരെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേരെ അറിയാം. കാര്യം ഇവരുടെയൊക്കെ അടുത്ത് ഞാൻ സുവിശേഷം കൊണ്ട് അന്ന് കയറിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമുക്ക് ചാകാൻ റെഡിയല്ലാത്തതുകൊണ്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ആയെന്ന് നമുക്കൊരു ചിന്ത ഉണ്ടായതുകൊണ്ട് ഇന്ന് നമ്മൾ ആരുടെയും വീട്ടിൽ അങ്ങനെ പോയി കയറത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായി. ഇന്ന് നമ്മൾ പാസ്റ്ററൊക്കെ ആയി നമ്മളെ ആരെങ്കിലും വിളിച്ചാൽ നമ്മളവിടെ പോകും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അല്ലാതെ ആരുടെയും വീട്ടിൽ നമ്മൾ പോയി കയറാറില്ല. ഇത് തന്നെ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുവാനായിട്ടിടയായി. ഇതൊന്നും അല്ലാത്ത സമയത്ത്, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും വീട്ടിൽ കയറിയിട്ടുണ്ട്. പലരും സ്വീകരിച്ചിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ചില പിള്ളേരെയൊക്കെ കൊണ്ടുപോയി രക്ഷിക്കപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് അവർ വീട്ടുകാരെ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിനെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇന്ന് നമുക്ക് ചാകാൻ റെഡി അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കത്തുള്ളൂ. നിങ്ങൾ ചാകാൻ റെഡിയാണെങ്കിൽ അനേകർ ഇതിനകത്തൊന്ന് എണ്ണിക്കുവാനായിട്ട് ഇടയാകും. ഇന്ന് ന്യൂ ബ്രാൻസ്വിക്കില് ഈ ദേശത്ത് നമ്മളായിരിക്കുമ്പോൾ ഞാനൊന്ന് പേഴ്സണലായിട്ട് ചോദിക്കട്ടെ. നമ്മൾ പാടുമ്പോഴൊക്കെ പാടുമല്ലേ, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ നിന്റെ ഇഷ്ടം പോലെ ആകണമേ എന്നൊക്കെ നമ്മൾ പാടും. ഇന്ന് അത്രയ്ക്ക് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. പാടുന്നതൊക്കെ നല്ലതാണ്, പാടുന്നതല്ല ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് കമ്മിറ്റ്മെൻ്റ് ഒന്ന് നോക്കണം. കാര്യം നമ്മൾ ഈ വിശ്വാസത്തിലോട്ട് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങ് നമ്മളറിയാതെ നമ്മളങ്ങ് തെറ്റിപ്പോകും. ഈ ദൈവവചനങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മുടെ കണ്ണ് തുറക്കുന്നത്. നമ്മൾ എവിടെ വിതച്ചിട്ടുണ്ട്, എത്ര അടുത്ത് നമ്മൾ വിതച്ചിട്ടുണ്ട്, എത്ര പേരുടെ ആത്മീയ പിതാക്കന്മാരും മാതാവും ഒക്കെ നമ്മളായിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അങ്ങനെയൊക്കെയാണ് ഉദ്ദേശം. ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളാണ് നമ്മളെക്കുറിച്ച്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ പോകുന്നിടത്ത്, അവരൊക്കെ ചെല്ലുന്നിടത്ത് അവർക്ക് അനേകരെ കർത്താവിന് വേണ്ടിയിട്ട് നേടാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം അവരോട് പറയണം, നിങ്ങൾ ചാകാൻ റെഡിയായെങ്കിൽ മാത്രമേ ഒരാൾ ജീവിക്കത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ പെയിൻ കൊടുക്കുവാനായിട്ട് ഇച്ചിരി പെയിൻഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾ ജീവിക്കത്തുള്ളൂ. ഞാനിത് ഈസി ആയിട്ടൊന്നുമല്ല ഉള്ള കാര്യമൊന്നുമല്ല പറയുന്നത്. നമുക്ക് പലപ്പോഴും പോരായ്മകൾ വരാറുണ്ട്, പലപ്പോഴും നമുക്ക് തെറ്റാറുണ്ട്, പലപ്പോഴും നമുക്ക് ബെയർ ചെയ്യാൻ പറ്റാതെ ഉള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ പോയെന്നിരിക്കാം. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കരുത്, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ്. നമ്മളിവിടെ വന്ന് ഭയങ്കര കൺവെൻഷനൊക്കെ വെച്ചിട്ട് ഇത് വലിയൊരു പ്രശ്നമാണല്ലോ. നമ്മുടെ കൺവെൻഷനൊന്നും ആരും രക്ഷിക്കപ്പെടുന്നില്ല. കാര്യം നമ്മുടെ കൺവെൻഷനൊന്നും ആരും ചാകുന്നില്ല. പ്രസംഗിക്കുന്നവരും ചാകുന്നില്ല, നടത്തുന്നവരും ചാകുന്നില്ല, ആരും ചാകുന്നില്ല. കാര്യം ഇവിടെ ഒരു മനുഷ്യൻ ചാകാൻ റെഡിയാണെങ്കിൽ അവിടെ അനേക ഫലം ഉണ്ടാകുവാനായിട്ടിടയാണ്. നമ്മൾ കാണിക്കുന്ന പൈസയിലോ, നമ്മൾ നടത്തുന്ന വലിയ വലിയ ക്രൂസൈഡുകളിലോ അല്ലെങ്കിൽ ആനുവൽ കൺവെൻഷനുകളോ ഒന്നും ഒരു കാര്യമില്ല. കാര്യം പകരം നീ ചാകാൻ റെഡിയാണെങ്കിൽ പലരും നിന്നോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പലരും ഹല്ലേലൂയ അവർ രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അതൊന്നുകൊണ്ടാണല്ല, നിന്റെ മേൽ കൃപ പകരുന്ന ഒരുവൻ, ശക്തനായ ഒരുവൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ നീ ധാരാളമായി വിതയ്ക്കുവാൻ നീ ഒന്ന് റെഡിയായാൽ, നീ ചില സ്ഥലങ്ങളെയൊക്കെ നോക്കി പ്രാർത്ഥിച്ചാൽ ഒന്നും വേണ്ട, നീ ഒരു ഹല്ലേലൂയ നീ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിൽ വിശ്വാസത്താൽ നീ ഒരു സ്റ്റെപ്പ് എടുത്താൽ ദൈവത്തിന് അതിനെ ഹല്ലേലൂയ പ്രയോജനപ്പെടുത്തുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ കുഴികളെ വെട്ടുവിൻ, നിറയ്ക്കുന്നത് ദൈവമാണല്ലോ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ചിലതിന്റെ മേലൊക്കെ പ്രാർത്ഥിച്ചിട്ട് ദൈവമാണല്ലോ ഹല്ലേലൂയ അവരെയൊക്കെ കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, ചിലരൊക്കെ വിളിക്കാതെ തന്നെ വരുന്ന രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ വിശ്വാസത്താൽ നമ്മുടെ അകത്തൊരു ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഹല്ലേലൂയ. പണ്ട് കഥാനദാസൻ ബാബു ചെറിയാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു ഉപമ അല്ലെ പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് വളരെ എന്നെ സ്പർശിച്ചൊരു ഉദാഹരണമാണ്. കാര്യം ഞാൻ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് ഈ ട്രാൻസ്പോർട്ട് ബസ്, പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ഈ വണ്ടി കയറാനായിട്ട് നിൽക്കുമ്പോൾ
ഈ ട്രാൻസ്പോർട്ട് ബസ് നാട്ടിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു കാര്യമുണ്ട്, ഇത് സ്റ്റോപ്പിൽ നിർത്തത്തില്ല. ഒരെണ്ണം അങ്ങേപ്പുറത്ത് ഒരു 100 മീറ്റർ അങ്ങേപ്പുറത്ത് കൊണ്ടേ നിർത്തത്തുള്ളൂ. നമ്മൾ പിള്ളേരെ ഇവിടുന്ന് ഒക്കെ എടുത്തല്ല അവിടെ തന്നെ അവിടെ അടുത്താകുമ്പോഴത്തേക്കും വിട്ടു. അടുത്ത ബസ് വരും, അതെന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേപ്പുറത്തല്ല നിർത്തുന്നത്, ഈ സ്റ്റോപ്പിൽ ഇങ്ങേപ്പുറത്തൊരു 100 മീറ്റർ വെച്ചിരിക്കും. ഇപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കിടന്ന് ഓടും. അവസാനം ഒരു ബസ്സുകാരന് കരുണ തോന്നി നമ്മളെ ആ ബസ്സിൽ കയറ്റിയെന്ന് വെച്ചോളൂ. പിന്നെ നമ്മുടെ ആഗ്രഹം എന്താ, ഈ ബസ് ലിമിറ്റഡ് സ്റ്റോപ്പായിട്ട് പോകണം, എങ്ങും നിർത്തരുത്, ഒരു മനുഷ്യനെയും കയറ്റരുത്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥയിൽ നമ്മൾ കയറി ആരും പിന്നെ കയറണ്ട, ആരും പിന്നെ വരണ്ട, ആരെക്കുറിച്ച് നമുക്കൊരു ചിന്തയില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അതാണ് നമ്മുടെ ഒരവസ്ഥ. കാര്യം ആരെങ്കിലും രക്ഷിക്കപ്പെടണമെങ്കിൽ, ആരെങ്കിലും ദൈവത്തെക്കുറിച്ച് കേൾക്കണമെങ്കിൽ, ആരെങ്കിലും സുവിശേഷം അറിയണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ചത്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത് പിന്നെ നിങ്ങൾ ചാകാനായിട്ട് നിങ്ങൾ തന്നെ ഒന്നും കുത്തണ്ട, ബാക്കിയുള്ളവർ കുത്തി കൊന്നോളൂ, നിങ്ങൾ നേർപ്പിച്ചു കൊടുത്താൽ മതി. ഞാൻ ചാകാൻ റെഡിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അവസരം കിട്ടും ചാകാനായിട്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ഒരു കാര്യം നാം ഒന്ന് ചിന്തിച്ചാൽ വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാളെ സ്നാനപ്പെടുന്നല്ലോ, അവരുടെ ജീവിതത്തിലും ഇതൊരു ദൂതായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചാകാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ അനേകരെ നിങ്ങളിലൂടെ കർത്താവിന് കൊണ്ടുവരുവാനായിട്ട്, ജീവനിലേക്ക് നയിക്കുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 42 മുതൽ 44 വരെയുള്ള വാക്യമുണ്ട്. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിധവയുടെ ഒരു ഉപമ യേശു ആലയത്തിൽ ചെന്നു. അവിടെ ചെന്ന് എല്ലാവരും പൈസ ഇടുന്നതൊക്കെ നോക്കി യേശു ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവരും പൈസ ഇടുന്നതൊക്കെ യേശു കണ്ടതിന് ശേഷം ഒരു വിധവ അവളെക്കുറിച്ച് അങ്ങനെയാണ് വചനത്തെ എഴുതിയിരിക്കുന്നത്, ദരിദ്രയായ ഒരു വിധവ. അവൾ വന്ന് പൈസ ഇട്ടപ്പോൾ യേശു പറയുകയാണ്, എല്ലാവരും ഇട്ടതിനേക്കാൾ കൂടുതൽ ഇവളിട്ടു. ഹല്ലേലൂയ. ഇവിടെ ലോകത്തിന്റെ മുമ്പിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇവളൊരു ദരിദ്രയായ സ്ത്രീയാണ്. പക്ഷെ യേശു നോക്കിയപ്പോൾ ഇവിടെ ഏറ്റവും ധനവാനായ അല്ലെങ്കിൽ ഏറ്റവും ധനികയായ ഒരു സ്ത്രീയാക്കി യേശു അവളെ കാണുവാനായിട്ടിടയായി. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ഇല്ലായ്മയിൽ നിന്ന് അവൾ ഇടുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇവിടെയും എന്താ ഇല്ലായ്മയിൽ ഇടുന്നതിൻ്റെ വ്യത്യാസം? മറ്റുള്ളവരൊക്കെ അവരുടെ ഷെയറിൽ നിന്നാണ് അവർക്ക് പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് ഇട്ടപ്പോൾ ഇവളുടെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ അവൾക്ക് വേണ്ടിയിട്ട് പോലും അവൾ മാറ്റിവെക്കാതെ ഭണ്ഡാരത്തിൽ പൈസ ഇടുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇതിൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പൈസ ഇടുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പെയിൻസ്, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നിങ്ങൾ പെയിൻ എടുക്കാനായിട്ട്, എത്രത്തോളം നിങ്ങൾ വേദന എടുക്കുവാനായിട്ട് റെഡിയാണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ സർപ്ലസിൽ ഇടുന്നതിനേക്കാൾ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? മറ്റുള്ളവരൊക്കെ അവരുടെ സർപ്ലസിൽ നിന്നിട്ടത്, അവരുടെ പ്രോഫിറ്റിൽ നിന്നിട്ടത്. പക്ഷെ ഇവിടെ അവക്കുള്ള കയ്യിൽ അവർക്ക് ജീവിക്കുവാനുള്ളതിൽ നിന്നാണ് എടുത്തത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിനെ യേശു അവിടെ അപ്രീഷിയേറ്റ് ചെയ്തെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് എല്ലാവരെയും കുറിച്ചും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. നമുക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മൾ കുറയുന്നത്. ഈ കമ്മിറ്റ്മെൻറ്റ് കുറയുമ്പോഴാണ് വേറെ പല പല പ്രശ്നങ്ങൾ വരുന്നത്. പല പല ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അങ്ങ് വലിയ പ്രശ്നങ്ങളായി മാറുന്നത്. നമ്മുടെ ആ കർത്താവുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് കുറയ്ക്കണം. ഹല്ലേലൂയ. ആ കമ്മിറ്റ്മെൻറ്റിലൊന്ന് വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഒരു മിഷണറി ഒരു ട്രെയിനിങ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ചർച്ചിൽ ആ ട്രെയിനിങ് നടത്തുന്ന കാര്യം പറഞ്ഞപ്പോഴതിന് എത്ര രൂപ $100 എങ്ങാണ്ട് കൊടുക്കണം ഓരോരുത്തരും ട്രെയിനിങ്ങിന്. അപ്പം ഞങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും
ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഞാൻ മിഷണറീസിനെയൊക്കെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ വന്നു, അല്ല അവർ വരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ഇന്നൊരു കാര്യം പറഞ്ഞു, ഇന്നപോലെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 20-25 പേര് വേണം ട്രെയിനിങ് നടത്താൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, 25 പേര് കാണും, പക്ഷെ അവരായിരിക്കത്തില്ല പൈസ പേ ചെയ്യുന്നത്, വി വിൽ പേ ചെയ്യണം. കാര്യം നമുക്ക് മലയാളി ഒരു കൾച്ചർ അനുസരിച്ച് നമ്മളങ്ങനെ പൈസ കൊടുത്ത് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാറില്ല. പ്രത്യേകിച്ചും മിഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് ചുമ്മാ കിട്ടി അറ്റൻഡ് ചെയ്യത്തില്ല, പിന്നെ നമുക്ക് പൈസ കൊടുത്ത് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 1-2 പേര് പറഞ്ഞു അത് കുഴപ്പമില്ല, നമുക്ക് അങ്ങനെ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു മിഷണറി എന്നോട് പറഞ്ഞു അങ്ങനെ അതാ ഞങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് പൈസ ഞങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല നടത്തുന്നത്, $100 എടുക്കാൻ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവരോട് മിഷൻ ട്രെയിനിങ് നടത്തിയിട്ട് എന്തിനാണ്? അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഇച്ചിരി പോലും വേദന, ഇച്ചിരി പോലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പെയിൻ സഹിക്കുവാൻ കഴിവില്ലാത്തവർക്ക് ഇതൊരു നോളജ് മാത്രമാണ്. അതിനകത്ത് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കമ്മിറ്റ്മെൻറ്റ്, ദൈവം നമ്മളെ ആ ഒരു സമ്പന്നതയിലേക്ക്, ദൈവം നമ്മളെ ആ ഒരു സംതൃപ്തിയിലേക്ക് നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണല്ലോ നാം വായിച്ചത്. നിന്നെ സംതൃപ്തിയിലേക്ക് നടത്തുന്ന ഒരു ദൈവം, ആ സമ്പന്നതയിലേക്ക് നടത്തുന്ന ഒരു ദൈവം. ആത്മീയ വിഷയങ്ങളിൽ നമ്മളെ ഒന്ന് സമ്പന്നരാക്കുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇടപെട്ടതുകൊണ്ടും അതിനകത്ത് എനിക്ക് നല്ല ബോധ്യമുണ്ടായതുകൊണ്ടുമാണ് ഞാൻ ഇത് ദൈവസഭയോട് ഷെയർ ചെയ്തത്. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണല്ലോ, ഇവിടെ ഇങ്ങനെയായിരുന്നല്ലോ, അതൊന്നും ഈ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ ദൈവത്തോട് കൂടെ നടക്കുന്നതിൻ്റെ അകത്തൊരു പാസ്റ്റ് ഇല്ല, പ്രസന്റ് മാത്രമേ ഉള്ളൂ. നിന്റെ പാസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു വിഷയമല്ല, നീ പാസ്റ്റ് ആരായിരുന്നെന്നുള്ളൊരു വിഷയമല്ല, നിന്റെ പ്രസന്റ് മാത്രം. ഇപ്പം പിടിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. പത്രോസിനോട് ചോദിച്ചത്, എടാ മോനെ നീ ഇപ്പം വല്ലതും പിടിച്ചോ, എന്നെങ്കിൽ അതിനെ കൊണ്ടുപോകാം. അല്ലെ പത്രോസിനോട് പഴയ കാര്യങ്ങൾ പറഞ്ഞ പത്രോസിന് ഒരുപാട് പറയാനുണ്ട്. വലിയ വല പൊട്ടുന്ന രീതിയിൽ മീനെയൊക്കെ പിടിച്ച വ്യക്തിയാണ്. എന്നിട്ട് പറഞ്ഞു ഇപ്പം വല്ല പിടിച്ചോ? ഇപ്പോൾ ഒന്നും പിടിച്ചില്ല. ഹല്ലേലൂയ. നിന്റെ ഇപ്പോഴത്തുള്ള അവസ്ഥയാണ് ദൈവത്തിന് അറിയേണ്ടത്. ഹല്ലേലൂയ. നിന്റെ പാസ്റ്റ് ഒക്കെ ഇവിടെ നീ ആരായിരുന്നുള്ളതൊക്കെ ദൈവത്തിനൊരു പ്രശ്നമല്ല. ഇന്നത്തെ ഇതില് അല്ലെങ്കിൽ അറ്റ് ദ പ്രസന്റ് ടൈം നീ കർത്താവിനോട് കൂടെയാണോ? ഇന്ന് പ്രസന്റിൽ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ളത്. നമ്മുടെ കമ്മിറ്റ്മെന്റ് എവിടെയെങ്കിലും ഒക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുതുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരെ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കർത്താവ് വന്നിട്ടില്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നീ ആരും അല്ലാതിരിക്കട്ടെ, നിന്റെ ചിന്തകളിൽ നിനക്കൊരു സമൃദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്നും വേണ്ട. കർത്താവേ, നീ ദേശത്തെ നോക്കി പ്രവചിക്കുന്നവനാണെങ്കിൽ കർത്താവ് നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമുക്കും പല സാക്ഷ്യങ്ങളൊക്കെ പറയാനുണ്ടല്ലോ. ശൂന്യതകളായിരുന്നല്ലോ, ഒന്നുമില്ലായിരുന്നല്ലോ ഈ ദേശത്ത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇത്രത്തോളം കൊണ്ടുവന്നിട്ടേ പലപ്പോഴും നമ്മൾ പിന്നെ എന്തിനാ ഈ ലിമിറ്റ് ചെയ്യുന്നത്? പിന്നെ എന്തിനാ ഹല്ലേലൂയ പലതിനെയും കണ്ട് നാം ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. ധൈര്യത്തോടു കൂടെ നമ്മളെ കൊണ്ട് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. ദേശത്തെ പിടിച്ചടക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് കുറയുന്നത് അല്ലെങ്കിൽ ഇന്ന് കുറഞ്ഞു പോകുന്നത് ആ വിശ്വാസത്തോടു കൂടെ നിൽക്കുന്നവരെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. ഇന്ന് ധാരാളമായി വിതയ്ക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറാം. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ആർക്കും പേര് വെട്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ആരുടെയും ഹല്ലേലൂയ ഇതിനു വേണ്ടിയിട്ടല്ല. പക്ഷേ ഹല്ലേലൂയ ദൈവം ഇന്ന് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ലോഭമായി വിതയ്ക്കുന്നവരായിട്ടല്ല, സമൃദ്ധിയായിട്ട് വിതയ്ക്കുന്നവരായി മാറട്ടെ. എല്ലാത്തിലും ഒരു സമൃദ്ധി ഉണ്ടാകട്ടെ. ദൈവവചനത്തിന്റെ ഹല്ലേലൂയ വെളിപ്പാടിനൊരു സമൃദ്ധി ഉണ്ടാകട്ടെ, പ്രവചനത്തിനൊരു സമൃദ്ധി ഉണ്ടാകട്ടെ, ആരാധനയ്ക്കൊരു സമൃദ്ധി ഉണ്ടാകട്ടെ, ഹല്ലേലൂയ വചനധ്യാനത്തിനൊരു സമൃദ്ധി ഉണ്ടാകട്ടെ, പ്രാർത്ഥനയ്ക്കൊരു സമൃദ്ധി ഉണ്ടാകട്ടെ. എല്ലാ തലങ്ങളിലും നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാകട്ടെ. ഹല്ലേലൂയ. പൗലോസായിട്ട് പറയുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. പൗലോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭൗതികമായ ഒരു സമൃദ്ധിയെ കുറിച്ചല്ല പറയുന്നത്, ആത്മീയമായ ഒരു സമൃദ്ധി. ഹല്ലേലൂയ. ആത്മീയമായ വെളിപ്പാടിനൊരു സമൃദ്ധി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നതില്ല, ആത്മീയ ദർശനത്തിനൊരു സമൃദ്ധി ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദർശനം മങ്ങിപ്പോയാൽ നാം പോയി. ഹല്ലേലൂയ. നമ്മുടെ ദർശനത്തിന് ഒരു സമൃദ്ധി ഉണ്ടാകട്ടെ. ഒരു
ഒരു വിശാലത നമുക്ക് ആവശ്യമാണ് ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഹൃദ്യമായിട്ട് ദൈവസഭയോട് ഇടപെടുന്നത് നമ്മുടെ എല്ലാ മേഖലകളിലും ഒരു വിശാലത ഉണ്ടാകട്ടെ. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് ഒരു വിശാലത ഉണ്ടാകട്ടെ. നീ ഒന്ന് മരിക്കാനായിട്ട് തയ്യാറായാൽ ഹല്ലേലൂയ, നിന്നിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും. നിന്നിലൂടെ അനേകരെ ജീവിപ്പിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. ഇന്ന് ആ നിലവാരത്തിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം.